ആർ സാജു ചേരുകയാണ്. സാജു, വളരെ വൈകാരികമായ ഒരു യാത്രയായപ്പോൾ ആലപ്പുഴ ജില്ലയൊന്നാകെ ദേശീയപാതയ്ക്ക് ഇരുവശവുമായി അണിനിരന്ന കാഴ്ചകളാണ് കാണുന്നത്. പക്ഷേ സമയക്രമമൊക്കെ ഒരുപാട് തെറ്റിയിരിക്കുന്നു. ഇനി പറഞ്ഞ സമയത്ത് നിശ്ചയിച്ചുറപ്പിച്ച സമയത്തൊന്നും സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ നടക്കില്ല എന്നുറപ്പാണ്. പക്ഷെ അതിലപ്പുറത്തേക്ക് ഈ ആർത്തിരമ്പുന്ന ജനങ്ങളെ പരിഗണിക്കാതെ, അവരുടെ സ്നേഹവായ്പകൾ കാണാതെ ജനകീയനായ നേതാവിന് മടങ്ങാനാവില്ല എന്നുള്ളത് കൂടിയാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ തോട്ടപ്പള്ളി പിന്നിട്ടിരിക്കുന്നു. തോട്ടപ്പള്ളിയിലും വലിയൊരു ആൾക്കൂട്ടം VS-നെ കാത്തു നിന്നു. ആ ദേശീയപാതയുടെ 2 വശത്തായി നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ നൂറുകണക്കിന് ആളുകളാണ് അവിടെയും VS-ന്റെ അന്ത്യയാത്രയ്ക്ക് കാത്തു ഇരുന്നിരുന്നത്. ഇനി അമ്പലപ്പുഴയിലേക്ക് പുറക്കാടാണ് അടുത്തത്. അത് കഴിഞ്ഞാൽ അമ്പലപ്പുഴയിലേക്ക് എത്തും. അവിടേക്ക് ഇപ്പോൾ തന്നെ ഒരു ജനസാഗരം തന്നെ രൂപപ്പെട്ട് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഇന്നലെ രാത്രി എത്തേണ്ടിയിരുന്നതാണ് ഈ അന്ത്യയാത്ര, VS-ന്റെ വിലാപയാത്ര. ഇന്നലെ രാത്രി തന്നെ VS-ന്റെ വീട്ടിലേക്ക് എത്തേണ്ടതായിരുന്നു ആലപ്പുഴയിലേക്ക്. പക്ഷേ നമുക്കറിയാം അതിനൊന്നും സാധിക്കാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള ജനപ്രവാഹമായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത്. ഈ ജനത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മാത്രമേ VS-ന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂവായിരുന്നു. VS-ന്റെ യാത്രകൾ എല്ലായ്പ്പോഴും അങ്ങനെയാണ്. ജനക്കൂട്ടത്തിലേക്ക് വന്ന് അലിഞ്ഞു ചേരുന്ന, ജനക്കൂട്ടത്തെ ആവേശഭരിതനാക്കിയിരുന്ന VS, ജനക്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ദിശ നിർണയിച്ചു കൊടുത്തിരുന്ന VS, ആ VS-നോട് ഇങ്ങനെയല്ലാതെ അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിൽ ഒരുമിച്ച് ചേരാൻ കേരളത്തിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ജനപ്രവാഹം ഇങ്ങനെ ഒഴുകി നമ്മൾ കഴിഞ്ഞ രണ്ട് രാത്രികളും ഇത് 2ാം പകലിലേക്കാണ് ഈ പൊതുദർശനം അല്ലെങ്കിൽ വിലാപയാത്ര നീങ്ങുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോഴും മണമുറയാത്ത ജനപ്രവാഹത്തെയാണ് നമ്മൾ കാണുന്നത്. ഇത് VS-നെ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, VS എന്ന ശരിയെ അംഗീകരിച്ചിരുന്നവർ, VS-നെ ആരാധിച്ചിരുന്നവർ, VS എന്തൊരു വിഷയത്തിൽ പറയുന്നു എന്ന് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നവർ, അവരിൽ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള മനുഷ്യരുണ്ട്. VS-ന്റെ വാക്കുകളിൽ നിന്നും ആവേശം തേടിയ ആളുകൾ, VS-ന്റെ ശരികളെ തങ്ങളുടെ ശരികളാക്കി മാറ്റിയ മനുഷ്യർ, തൊഴിലാളികൾ, വൃദ്ധർ, ഉദ്യോഗസ്ഥർ, കുട്ടികൾ, ഇങ്ങനെ മുന്നോട്ട് പോകുന്ന, അവർ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പലരും തങ്ങളുടെ പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കുമ്പോൾ അവസാനമായി ഒരു നോക്ക് കാണുമ്പോൾ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചകളാണുള്ളത്. മുഷ്ടി ചുരുത്തി ആകാശത്തേക്ക് മുദ്രാവാക്യം വിളിക്കുമ്പോൾ കണ്ടങ്ങൾ ഇടറിപ്പോകുന്ന മനുഷ്യരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ VS ജനമനസ്സിലൂടെ അന്ത്യയാത്ര നടത്തി ഒരു വീരമടക്കം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ദിക്കുകൾ വിറകൊണ്ട മുദ്രാവാക്യങ്ങളായിരുന്നു ഈ 2 ദിവസങ്ങൾ നമ്മൾ കണ്ടത്. കണ്ണേ കരളെ VS എന്ന് വിളിച്ചുകൊണ്ട് അത് തങ്ങളുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുന്ന ഒരു സമൂഹത്തെയായിരുന്നു കേരളത്തിൽ കണ്ടത്. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള യാത്രകളിൽ അവിടങ്ങളിലെ ജനപ്രവാഹമായിരുന്നെങ്കിൽ ഇനി ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ അന്തിമോപചാരം അർപ്പിക്കാനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആയിരങ്ങൾ ഒഴുകിയെത്തുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്പോഴേക്കും ഇതുപോലെ തന്നെ VS-ന്റെ ജീവിതത്തിലെ സമയക്രമങ്ങൾ തെറ്റിച്ചു കൊണ്ടുപോയിരുന്നത് എന്നും ജനങ്ങളുടെ പ്രശ്നങ്ങളായിരുന്നെങ്കിൽ അതേ ജനങ്ങൾ ഇന്ന് VS-ന്റെ വിലാപയാത്രയിലെ എല്ലാ സമയക്രമങ്ങളെയും തെറ്റിച്ചുകൊണ്ട് പോവുകയാണ്. VS അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത വിപ്ലവ മണ്ണിലേക്ക് അദ്ദേഹം തന്റെ സഹചാരികൾക്കൊപ്പം, രക്തസാക്ഷികൾക്കൊപ്പം ചേരാൻ ആഗ്രഹിച്ച മണ്ണിലേക്കുള്ള മടക്കത്തിലാണ്. പക്ഷേ കാത്തിരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യുഗത്തിൽ പകരം വെക്കാനില്ലാത്ത അവരുടെ നേതാവിന്റെ അവസാന നിമിഷങ്ങളാണ്, അവസാന യാത്രയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ പരമാവധി ആ അവസാന സ്നേഹം പ്രകടിപ്പിക്കാനായി ഒഴുകിയെത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തോട്ടപ്പള്ളി പിന്നിട്ട് പുറക്കാടേക്ക് എത്തുന്ന വിലാപയാത്ര അമ്പലപ്പുഴ മുതൽ ഇതിലും വലിയ ജനസാഗരത്തെയാണ് കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം VS-ന് ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ വിട നൽകാൻ കേരളത്തിനാകുകയുള്ളൂ. കേരളത്തിന്റെ പ്രതിപക്ഷ സ്വരം ആയിരുന്നു എല്ലാ കാലത്തും VS എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കേരളത്തിൽ എവിടെ ജനകീയ പ്രശ്നങ്ങളുണ്ടോ അവിടെ VS എത്തി എന്ന ഒറ്റ തലക്കെട്ട് മതിയായിരുന്നു. അതൊരു പ്രശ്നമാണ്, അത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ് എന്ന് കേരളത്തിന്റെ മുഴുവൻ പൊതുസമൂഹത്തിനും ബോധ്യപ്പെടാൻ. VS മുല്ലപ്പെരിയാറിലേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അനീതി നടന്നിട്ടുണ്ട് എന്ന് ആ ഒറ്റ മാധ്യമങ്ങളിലെ തലക്കെട്ടുകളിൽ നിന്നും മലയാളി വായിച്ചെടുത്തിരുന്നു. VS പ്ലാച്ചിമടയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ്
എന്ന് കേരളം ഉറച്ചു വിശ്വസിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. VS മതികെട്ടാനിലേക്ക് എന്ന ഒറ്റ തലക്കെട്ടിൽ നിന്നും കേരളം വായിച്ചെടുത്തിരുന്നത് മതികെട്ടാനിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കപ്പെടുകയാണ്. അതിന് പിന്നെ കേരളത്തിന് ഏതെങ്കിലും രേഖകളുടെയോ തെളിവുകളുടെയോ അടിസ്ഥാനം വേണ്ടിയിരുന്നില്ല. VSന്റെ ജനകീയമായ ഇടപെടലുകൾ അദ്ദേഹം നടത്തിയപ്പോൾ എല്ലാം തന്നെ അതൊരു പ്രശ്നമാണ്. അത് അടിയന്തരമായി ആ വിഷയത്തിൽ നീതി നടപ്പാക്കപ്പെടേണ്ടതുണ്ട് എന്ന് കേരളം കരുതി അതോടൊപ്പം നിന്നതാണ്. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഭരണാധികാരിയായ VSനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലതിനോടും കലഹിച്ചുകൊണ്ട് തന്റെ നിലപാടുകളെ എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചിരുന്ന, അതായത് ജീവിതയാത്രയിലെ, രാഷ്ട്രീയ പ്രവർത്തനത്തിലെ, പൊതുപ്രവർത്തനത്തിലെ മറ്റുള്ളവർ VS എങ്ങനെ ചിന്തിക്കുമെന്ന കണക്കുകൂട്ടലുകളെ പോലും പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോഴുള്ള കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആളാണ് VS. അതേ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് VSന്റെ വിലാപയാത്രയും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പകലിൽ വെയിലുണ്ടായിരുന്നു. അപ്പോഴും ഈ ജനങ്ങൾ പിന്മാറാതെ റോഡിനിരുവശവും VSനെ കാത്ത് അതാത് കേന്ദ്രങ്ങളിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടു. മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തോരാത്ത മഴയിലും VSനെ കാത്ത് തോരാത്ത സ്നേഹവുമായി നിന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ തിരുവനന്തപുരം മുതൽ കൊല്ലത്തുകൂടി ഇപ്പോൾ ആലപ്പുഴയിലേക്ക് എത്തുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ജനകീയതയുടെ തലവാചകമായിരുന്നു VS അച്യുതാനന്ദൻ എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അദ്ദേഹത്തിനോടുള്ള സ്നേഹം സഖാക്കൾ പ്രകടിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ ഒഴുകിയെത്തുന്നവർ സഖാക്കൾ മാത്രമല്ല. ഈ കഴിഞ്ഞ പാതിരാവിലും ഇപ്പോൾ ഈ പ്രഭാതത്തിലേക്കും കടക്കുമ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് അത് സമൂഹത്തിന്റെ വിവിധ വശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, സമൂഹത്തിന്റെ വിവിധ ഓരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ VS നടത്തിയ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളിലൂടെ തങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തങ്ങളുടെ തലമുറയ്ക്ക് കൂടി കിട്ടി എന്ന് തിരിച്ചറിയുന്ന ഒരു സമൂഹമാണ് ആലപ്പുഴയിൽ VS അച്യുതാനന്ദനായി കാത്തു നിൽക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ സമയക്രമത്തിന് വലിയ സ്ഥാനം ഒന്നും ഇല്ല. അത് സമയത്തിന്റെ വഴിക്ക് പോകും. VSന്റെ വിലാപയാത്രയും അതിന്റെ വഴിക്ക് പോകുന്നു എന്ന് വേണം നമ്മൾ കാണേണ്ടത്. കരളുലഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പാതയോരത്ത് കാത്തു നിൽക്കുന്ന മനുഷ്യർ, അവസാന നോക്ക് കാണാൻ വേണ്ടി ഓടിയെത്തുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയിൽ നമ്മൾ കണ്ടതുപോലുള്ള ചില രംഗങ്ങൾ അത് ഇന്നലെ രാവിലെ മുതൽ നമ്മൾ പല തട്ടിലായി കണ്ടുവരുന്നുണ്ട്. അവസാനം VS അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം എങ്ങനെയാണോ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്തിയത് അതിൽ അധികമുള്ള സ്നേഹവുമായി ഓടിയെത്തുകയാണ് ജനങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവരുടെ ജനഹൃദയങ്ങളിൽ നിന്നും ഒരിക്കലും മായില്ല VS എന്ന രണ്ടക്ഷരമെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ വിലാപയാത്രയിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേരുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ അന്ത്യ നിദ്ര വലിയ ചുടുകാട്ടിൽ നടക്കേണ്ടത്. പൂർണ്ണമായ ഔദ്യോഗികമായ ബഹുമതികളോടുകൂടിയാണ് സ്വാഭാവികമായും മുൻ മുഖ്യമന്ത്രി കൂടിയായ VS അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കേണ്ടത്. പക്ഷേ രാവിലെ 8 മണിയോടുകൂടി CPM DC ഓഫീസിലേക്ക് എത്തും എന്ന് പറഞ്ഞിരുന്ന ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പോലും VSന്റെ വേലിക്കകത്ത് വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ വിവിധ തലത്തിലുള്ളവർ സമൂഹത്തിലെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നതിനെ കുറിച്ച് നേരത്തെ നമ്മൾ കണ്ടിരുന്നു. VSനെ കാത്ത് തന്റെ മണ്ഡലമായ ഹരിപ്പാട് കാത്തിരിക്കുന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ നമ്മൾ കണ്ടതാണ്. ആ അന്ത്യയാത്രയല്ലേ, ഞാൻ ഇവിടെ കാത്തിരിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തല ഈ കേരളത്തിന് എന്തൊക്കെ സ്നേഹവായ്പകളാണ് VS അച്യുതാനന്ദനോട് ഉള്ളത് എന്നതിന്റെ കൂടി തെളിവായി വേണം നമ്മൾ കാണേണ്ടത്. അത് തന്നെയാണ് ഈ 10,000-കണക്കിന് മനുഷ്യർ അദ്ദേഹത്തിനായി ഈ രാത്രിയും പുലർച്ചെയും ഒക്കെയായി കാത്തിരുന്നത്. അതോ നിശ്ചയിച്ച സമയക്രമത്തിന് എത്രയോ മണിക്കൂറുകൾ പിന്നിട്ട് തിരുവനന്തപുരത്ത് 1 കിലോമീറ്റർ പിന്നിടാൻ പോലും എടുത്ത സമയക്രമം കൂടി നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അത്രയധികം ഇപ്പോഴും ഈ സമയക്രമങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ആൾക്കൂട്ടത്തിന് അറിയാം
തങ്ങളെ അനാഥമാക്കിക്കൊണ്ടാണ് VS കടന്നു പോകുന്നത് എന്നുള്ളത് ഈ പാതയോരങ്ങളിലൊക്കെ കാത്തുനിൽക്കുന്ന ഒരാൾക്കൂട്ടത്തെ അനാഥമാക്കിക്കൊണ്ട് VS എന്ന അവരുടെ രക്ഷിതാവ് യാത്രയാവുകയാണ്. അവർക്ക് അത്രയേറെ സ്നേഹമായിരുന്നു, അവരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ജനനായകനായിരുന്നു, അവരുടെ ജീവിതം മാറ്റിമറിച്ച നേതാവായിരുന്നു. പ്രത്യേകിച്ച് കർഷക തൊഴിലാളികളുടെ അവരുടെ വരും തലമുറ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആലോചിക്കുകയാണ്, അവർ ഓർക്കുകയാണ്, അവർ അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. VS ഇല്ലാത്ത ഒരു ലോകം അവർക്ക് നൽകുന്നത് വലിയ അനാഥത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.